ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് വെണ്ടയ്ക്ക വെച്ച് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു മസാല റെസിപ്പിയാണ് ഇത്. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മസാലയാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഞാനിവിടെ കുറച്ച് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്ത് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ മീഡിയം സൈസിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് കടലമാവ് ആവശ്യമായിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിനാവശ്യത്തിന് ഒരല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി, ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1-1.5 ടേബിൾ സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കടലമാവ് ഒരു 2-2.5 ടേബിൾ സ്പൂണോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ വെണ്ടയ്ക്കയിൽ നന്നായിട്ട് കോട്ടിങ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യത്തിനായിട്ടുള്ള കടലമാവ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഉപ്പും കടലമാവും കാശ്മീരി ചില്ലി പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് കൈവച്ച് ഇതെല്ലാം വെണ്ടയ്ക്കയിൽ നന്നായിട്ട് പിടിക്കുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയിലെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് മസാല. ഇനി ഞാൻ ഇതിലോട്ട് ഒരു 1.5 സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 പച്ചമുളക്, അപ്പോൾ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അരമുറി തക്കാളി വേണം. തക്കാളി നിങ്ങൾക്ക് പേസ്റ്റായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താലും മതി. ഞാൻ തൈരും കൂടെ ചേർക്കുന്നതാണ് തക്കാളി കുറച്ച് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിന് ഓയിൽ ഒരു പാനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പാനിൽ ഓയിലൊന്ന് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. വെണ്ടയ്ക്ക ഫ്രൈ ചെയ്തെടുത്ത അതേ പാത്രത്തിൽ തന്നെ 2-3 ടീസ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം ജീരകം ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാളയും പച്ചമുളകും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരമുറി തക്കാളി ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് മിക്സിയിൽ പേസ്റ്റ് ആക്കണമെങ്കിൽ മിക്സിയിൽ ഒന്ന് അരച്ചെടുത്താലും മതി. പക്ഷേ മിക്സിയിൽ അരച്ചെടുത്ത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. സവാള നന്നായിട്ട് വാടിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ തക്കാളിയും കൂടെ ആദ്യമേ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇനി അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം ഒരു 5 മിനിറ്റ് ഒന്നും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാവുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് മസാലകളൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1-1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മസാലയുടെ പച്ചമണമെല്ലാം മാറുന്നത് വരെ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മസാലയുടെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം. അധികം പുളിയില്ലാത്ത തൈരാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. തൈരൊന്ന് നന്നായിട്ട് സ്പൂൺ വെച്ച് ഉടച്ചതിന് ശേഷം നമുക്ക് ഈ മസാലയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടെ ഒരു 5 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ തൈരെല്ലാം നന്നായിട്ട് മസാലയിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു അല്പം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ടേസ്റ്റ് ചെയ്തപ്പോൾ ഒരു ഉപ്പിൻ്റെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ മസാലയിൽ നന്നായിട്ട് പിടിക്കത്തക്ക രീതിയിൽ അതൊരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടൊന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. കാരണം വെണ്ടയ്ക്കയും മസാലയും എല്ലാം വെന്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഈ ഒരു മസാല റെഡിയായി കിട്ടും. അപ്പോൾ ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ വെണ്ടയ്ക്കയിൽ നന്നായിട്ട് മസാലയെല്ലാം പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ലാസ്റ്റായിട്ട് ഒരല്പം ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ചാറ്റ് മസാല ഉണ്ടെങ്കിൽ നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ എല്ലാവർക്കും അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അതൊരല്പം ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് ഒരല്പം മല്ലിയിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല റെസിപ്പിയാണ് ഇത്. ചപ്പാത്തിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് അടിപൊളി ടേസ്റ്റാണ് ഇത്. ഒരു പ്രാവശ്യം നിങ്ങൾ വീട്ടിൽ റെഡിയാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും ഇത് റെഡിയാക്കി നോക്കും. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള വെണ്ടയ്ക്ക റെസിപ്പിയാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.